ഭയങ്കര ഒരു മാരത്തൺ ഓട്ടം പോലെ ഓടി 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 ഇവിടുത്തെ ഫംഗ്ഷനും കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ വരുന്നൊരു ഫംഗ്ഷനാണ് രാവിലെ ബ്രൈഡ് സൈഡ് അവിടെ നിക്കാഹ് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ് റിസപ്ഷൻ ഗ്രൂം സൈഡ് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ശരിക്കും മണ്ടത്തരം. ഒരു ദിവസം കൊണ്ട് ഫംഗ്ഷൻ തീർക്കാന്നുള്ളത് മാത്രമേ പോസിബിൾ ആവുള്ളൂ. പക്ഷെ കല്യാണം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ ബ്രൈഡ് സൈഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈ ചെക്കനും പെണ്ണും ഓടി വരികയാണ്. നേരെ ഡ്രസ് ചേഞ്ച് ചെയ്ത് അടുത്ത് മറ്റേ ഫംഗ്ഷനിക്ക് പോവാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുൾ ധൃതി. ഇതിൻ്റെ ഇടയിലൊന്ന് റിലാക്സ് ചെയ്യാനോ സ്വന്തം കല്യാണമാണോ ആഘോഷിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റേ ഉണ്ടാവില്ല. ചിലപ്പോൾ 4 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് 7 മണിക്കോ 8 മണിക്കോ മേക്കപ്പ് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെ കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കായിരിക്കും ബ്രൈഡ് സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് 5 മണി ആകുമ്പോൾ ഇവിടുത്തെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ റിസപ്ഷനിലേക്ക് എത്തുന്ന രീതിയിലാണ് ഒരു ഭയങ്കര ഒരു മാരത്തൺ ഓട്ടം പോലെ ഓടി 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 ലാസ്റ്റ് 10 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ ഫംഗ്ഷനും കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. പക്ഷെ ഇതിൻ്റെ ഒരു മൊമെൻറ്റ്സോ കാര്യങ്ങളോ ഒരു സമാധാനത്തോടെ ആഘോഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുക. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫംഗ്ഷൻ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആഘോഷിക്കുകയാണ്, അങ്ങനത്തെ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ബ്രൈഡ് സൈഡ് ഫംഗ്ഷൻ വെച്ചിട്ട് സെക്കൻഡ് ഡേ എന്ത് ചെയ്യാം ഗ്രൂം സൈഡ് ഫംഗ്ഷൻ വെക്കുന്ന രീതിയിൽ. അതായിരിക്കും കുറച്ചും കൂടി റിലാക്സിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്.